എന്നാലും ഇപ്പോൾ UDF നേതാക്കളുടെയൊക്കെ പ്രതീക്ഷ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ അത് സംസ്ഥാനത്ത് UDFന് മൊത്തത്തിൽ ഒരു ഉണർവുണ്ടാകുമെന്നാണ്. പക്ഷേ LDF പറയുന്നത് അങ്ങനെ ഒരു ഉണർവിന്റെ കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം LDFന് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല എന്നാണ് LDF കൺവീനർ കൂടിയായ A. വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതെ, അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിരോധ നടപടികളും LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനോട് ആണ് രാഹുൽ ഗാന്ധി എതിരിട്ട് നിൽക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുണ്ടാകൂ എന്നും കൂടി LDF കൺവീനർ അറിയിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്നും റഹീസ് റഷീദ് LDF കൺവീനറോട് സംസാരിച്ചതിന്റെ റിപ്പോർട്ട് കാണാം. ഇലക്ഷൻ പ്രചരണത്തിൽ LDF സ്ഥാനാർത്ഥികൾ കുറേ മുന്നേറി കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നതൊക്കെ പറയാൻ LDF കൺവീനർ A. വിജയരാഘവനാണ് നമുക്കൊപ്പം ഉള്ളത്. ഏറ്റവും പുതിയ വാർത്ത രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലോ അതിൻ്റെ തീരുമാനത്തിലോ വലിയ പ്രതികൂല സ്വാധീനം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. കേരളത്തിലൊരു നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നുവെങ്കിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും എന്ന പോലെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും പങ്കാളിയാവും എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിലുള്ള പൊതുസമീപനം. രാജ്യത്ത് BJP അല്ല എതിർക്കപ്പെടേണ്ടത്, ഇടതുപക്ഷത്തെയാണ് എതിർക്കപ്പെടേണ്ടത് എന്നൊരു ലൈനിലാണോ വയനാട് രാഹുൽ ഗാന്ധി വരുമ്പം അങ്ങനൊരു തോന്നലാണോ ജനങ്ങൾക്കുണ്ടാവുക? രാഹുൽ ഗാന്ധിയുടെ വരുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലിപ്പോൾ UDF രൂപീകരിച്ചെടുത്തിരിക്കുന്ന BJP, കോൺഗ്രസ്, ലീഗ് സഖ്യമുണ്ടല്ലോ, ആ സഖ്യത്തിനോട് അതിൻ്റെ നിലപാടുകളോട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്ന് പറയേണ്ടി വരും. അതാണ് ഈ അദ്ദേഹത്തിൻ്റെ വരവിനോടുകൂടി നമുക്ക് ഉയർത്താൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വർഗീയ ശക്തികളുമായുള്ള ഐക്യത്തോട്, കൂട്ടായ്മയോട് എന്ത് നിലപാടാണ് രാജീവ് ഗാന്ധി എടുക്കുന്നത് എന്ന് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കേണ്ടി വരും. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുന്നണി രൂപീകരിക്കാനുള്ള പരിശ്രമം ജനങ്ങൾക്കിടയിൽ നമ്മൾ നന്നായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF കൺവീനർ A. വിജയരാഘവന്റെ വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള LDF കൺവീനറുടെ പ്രതികരണമാണ് കണ്ടത്.